ഞാൻ റേഡിയോയില് കോളൊന്നും കൊടുക്കൂല. അത് പ്രോപ്പറായിട്ട് IGLs ഉണ്ട്, ഓരെല്ലാം ചെയ്തോളും. വണ്ടി വീഡിയം ആവും ഇനിയും വീഡിയം അതൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യട്ടെ, മനസ്സിലാകാം. നമുക്ക് സംസാരിക്കേണ്ടടുത്ത് നമ്മൾ കോൾ കൊടുക്കേണ്ടടുത്ത് നമ്മൾ കോൾ കൊടുക്കും. നിങ്ങൾ എൻജോയ് ചെയ്യാം. വണ്ടി പോയാ മതി. എടാ സാൻഡിയിലോട്ട് പോകാനുള്ള വഴി അറിഞ്ഞൂടെ? ഇത് BCZ സിറ്റുവേഷൻ. നമ്മളാണ് ഫ്രണ്ട്. ഞാനൊരു വണ്ടി ഫ്രണ്ട് ഉണ്ട് ഓൾറെഡി. ക്യാമറ ഓഫ് ആക്കണോ? ക്യാമറ ഓഫ് ആക്കണോ? ഞാന് ക്യാമറ ഓഫ് ആക്കണോ? വണ്ടി പോവായിരിക്കും ബെറ്റർ. ഓഫ് ആക്കണോ വേണ്ടേ? യെസ് ഓർ നോ സ്പാമി? യെസ് ഓർ നോ സ്പാമി? നമുക്ക് ഇവിടെ കുത്തിരുന്നിട്ട് ഇത് എടുത്താലോ, ടയർ എടുത്താലോ ആ ബ്രിഡ്ജില്. നമ്മളെ പിള്ളേര് വരട്ടെ. കാരണം അല്ലാതെ നമ്മളെ പിന്നെ അവസാനം സാൻഡ്വിച്ച് ആയി പോകരുത്. നമുക്ക് ആദ്യം തന്നെ കുഴപ്പമില്ല. അത് നോക്കണ്ട. നമ്മള് പഴയതല്ലേടാ, പുതിയത്. എന്റെ മുമ്പേ പോയ വണ്ടി എവിടെ പോയി? ജീപ്പ് പോയ. ഞാൻ ഇവിടെ ഉണ്ട്, പിങ്ങിലുണ്ട്. നോന്നാ പറയുന്നത് കൂടുതലും. വണ്ടി ചത്താതിങ്ങനെ വണ്ടി ഫിറ്റ് ചെയ്തപ്പോ ഹെൽത്ത് കുറഞ്ഞു ചത്തു. അത്രയും ഹെൽത്ത് കുറഞ്ഞു വെച്ചിരുന്നാടാ. ആരാ ഇങ്ങനെ വെക്കടാ. ഇത് ഇരിക്കണ ആരാടാ? ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരട്ടെ? സാൻഡി വരട്ടെ? സാൻഡി ഹോസ്പിറ്റൽ പോയി. നമുക്ക് അത് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഗ്യാപ്പില്ല. ബ്രോ വണ്ടി എടുത്തോ. വണ്ടി ആരാ? ഇനീഷ്യൽ എടുക്കാൻ പോവാ. ക്യൂ കഴിഞ്ഞിട്ടുള്ള പാല നമ്മളത് ഇവിടെ എല്ലാവരും. എടാ എല്ലാ വണ്ടിയും ഇവിടെ എത്തൂലേ? എടാ നമ്മള് സാൻഡി ഹോസ്പിറ്റലിൽ പോയി പൊക്കുവാണ് രാജുഭായ്. സാൻഡി ഹോസ്പിറ്റലിൽ പറ്റുമെങ്കിൽ ഇനീഷ്യൽ ഗ്യാങ്സ് ആയി. ഇല്ല 6203 ഹോസ്പിറ്റൽ ലൈഫും ഹെൽത്തും പറയുന്നില്ലാത്തവരൊക്കെ അടിച്ചു കയറ്റുക. എത്ത് മുട്ടയാണിത്. വണ്ടിയായിട്ട് പോകുന്നതിനൊക്കെ ഫിറ്റിംഗ് ചെയ്യുമ്പോ എന്തായാലും പോകും. അതെ, ഫിറ്റിംഗ് ചെയ്യുമ്പോ ഹെൽത്ത് പോകൂടാ. അതൊന്ന് കോമൺ സെൻസ് ആക്കി വെക്കി. മനസ്സിൽ ഫിറ്റ് ചെയ്തൊക്കെ ചാവുന്നു എന്ന് പറഞ്ഞാൽ നീയൊക്കെ എന്തുവാ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുള്ളൂ. പൊക്കിത്തരോ? 2 കോടി കൊടുക്കേണ്ടി വരും. വണ്ടിക്കകത്ത് ആള് ഡൗൺ ആയി. ഒന്ന് പൊക്കി തരുമോ? സെറ്റിംഗ്സ് റെഡിയാ. ഇതാര് നമ്മളെ വണ്ടിയിൽ ബ്ലാക്ക് ഡ്രസ് ആര്? നമ്മളെ ഇതാരാടാ? ആരാ? ഇങ്ങനെ ബ്ലാക്ക് ആരത്? എന്താ അങ്ങനെ? എന്താ ഇങ്ങനെ കറങ്ങണേ? എന്റേത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഒരു കാര്യപ്പെട്ട ഒരു പരിപാടി നടക്കുമ്പോ എന്റേത് ഇങ്ങനത്തെ എന്തെങ്കിലും മൂഞ്ചിത്തരം നടക്കണം. ഞാൻ ഇതാണ് നേരത്തെ ലൈവ് പോലും വരാൻ മടിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ നെറ്റും ഈ മുട്ട പ്രശ്നം ഉണ്ടായതുകൊണ്ടാ. എപ്പോഴും ഞാൻ ലേറ്റ് ആയി വരുന്ന എന്താന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? യൂട്യൂബ്
എന്താ അവസ്ഥ? എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി പോവാടാ. പെട്രോൾ പമ്പിന്റെ ബാക്ക് എല്ലാരും പെട്രോൾ പമ്പിന്റെ ബാക്ക് പെട്രോൾ പമ്പിന്റെ ബാക്ക് കുത്തിച്ചോ. ബാക്കി കുത്തിച്ചേട്ടാ. ഇവിടെ പെട്രോൾ പമ്പിന്റെ ബാക്ക് ആയിരിക്കും ബാക്കിലെത്തിച്ചാൽ ബാക്ക് കുത്തിച്ച റൈറ്റ് റൈറ്റ് എടുക്കണം. ഇവനടി റൈറ്റ് പൊക്കോണ്ടിരുന്ന നിങ്ങൾ റൈറ്റ് പൊക്കോണ്ടിരുന്ന അടിച്ചടിച്ചു ഇറങ്ങേ ബാക്കി നടി പറഞ്ഞ മലര് കാണുന്നില്ല, നീങ്ങുന്നില്ല. കളി കിട്ടി മലര് ഈ നായിന്റെ മക്കള് വേറെ ഡ്രസ് ഇട്ടിട്ട് മനസ്സിലാവണ്ടേ? അയ്യേ അയ്യോ എന്റെ ലൈഫ് മലര്. ഞാൻ ഇപ്പൊ തന്നെ ഇക്കാച്ച എങ്ങനെ ഉണ്ടാ ഓല പറയല. ഹോസ്റ്റേജ് എടുത്തിട്ട് പോയത്. ഹോസ്റ്റേജ് എടുക്കുക ഒരാളെ ഹോസ്റ്റേജ് എടുക്കും. ഇറങ്ങി വന്നേക്കണം എടാ വെറുതെ കിക്ക് വാങ്ങിക്കടുത്ത് പറയണേടാ. അല്ലല്ല അത് തരും ആടെന്ന് പറഞ്ഞു. അടിക്കാതെ വിചാരിച്ചടാ. പുതിയതായ രീതിയിൽ അടിക്കാതെ വിചാരിച്ചാ മനസ്സിലായ നടക്കൂല. അയ്യോ അയ്യോടാ ഇതാക്കട്ടെ. പിള്ളേരെ എൻജോയ് ചെയ്യട്ടെ. പിള്ളേർക്ക് അടിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക നമ്മൾ. അതാണ് മനസ്സിലായോ? അയ്യോ ഇതെപ്പോഴാണല്ലേ കൊഴപ്പില്ല മക്കളെ. ഇത് ഇനിയും കൊള്ളു. ഇനി നമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മ ഇവിടെ കൊറേ കാലം ഇനി ഉണ്ടാവും ഇവിടെ തന്നെ. മനസ്സിലായ ഇഷ്ടം പോലെ അടി കൊള്ളു നമ്മള്. മനസ്സിലായ ഇഷ്ടം പോലെ വാരി പെറുക്കി അടിക്കും. വാരി പെറുക്കിട്ട് മറ്റേ നടുറോട്ടിലുണ്ട്. എല്ലാത്തിനും പോയി പോകും. അല്ല എല്ലാത്തിനും പിടിച്ചോ എടുത്തോ. എടുക്കാം. ഫാൽക്കൻ രാജുഭായൊക്കെ ഡൗൺ ആയിടാ. അരി ഉറക്കാൻ അരിയാട്ടിയാനവനെ കൊന്ന് അരിയാട്ടാൻ വന്നേക്കണം അവനിവിടെ.
അരിയാട്ടനെടുത്തുണ്ട് ഈ ഗ്യാങ്ങില് അവനെ നമുക്ക് ഹോസ്റ്റേജ് കൊടുക്കണം. എത്ര ആദ്യം തന്നെ ആള് കമ്മിയുണ്ടല്ലോ. അടിക്കണ്ടേ മണ്ട ആരാ കൂടുതൽ കില്ലെടുത്താ? ഫാൽക്കൺ 3 അവിടെ കൊറേ കാര്യണ്ടടാ. ഈ മൗസ് എല്ലാം ഞാൻ മാറ്റാൻ പോവാന്ന്. ഞാൻ ഇന്നിപ്പം ഇവരെടുത്ത് ഇരുന്ന് ഇതാക്കിയപ്പോഴാണ് മനസ്സിലായത് കൊറേ സംഭവങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. മനസ്സിലായോ? കൊറേ കാര്യങ്ങൾ റെഡിയാക്കാൻ പോവാ. കത്തിക്കല ഇറങ്ങാണ്ട് പോയില്ലേ? എന്താടാ ആരാ ഫയർ ചെയ്ത്? അതിന്റെ മോനെ ഇജയക്കാരല്ലേ? ഞാനല്ല ഇത് ഈ അരി കൊണക്കുമ്പോ ശ്രദ്ധിച്ച് ഓപ്പോസിറ്റ് BCZ എന്നുള്ള ഒരു ഗാങ്. പിന്നെ കൊണക്കുമ്പോ ശ്രദ്ധിച്ച് ലാഭായല്ലോ. ചാർലി ആണത്. ഒരു ഹോസ്റ്റേജോ എല്ലാത്തിനും നമ്മുടെ ആൾക്കാരുണ്ടല്ലോ. കൊള്ളാ ലെവലെ വാങ്ങോണ്ടേ. നമ്മുടെ കൂട്ടത്തിൽ പക്ഷെ മൂഞ്ചി മാസത്ര പോരാ. സത്യം പറഞ്ഞ കുറച്ചും കൂടി ഒക്കെ ആവായിരുന്നു അവർക്ക്. നമ്മൾ കൊറേ ആൾക്കാർ ബാക്കിയുണ്ടായി. ഒരു ലാസ്റ്റ് ഇവർ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് എല്ലാരും എടുത്താ നോക്കോ. പൊട്ടിക്കല്ലേ? പൊട്ടിക്കാൻ നമ്മള് വരുന്നവരെ എത്ര ആൾക്കാരാ വരുന്ന കൊളാക്കാൻ നോക്കാം. വന്നപ്പം ഞമ്മക്ക് ഇനിയും കുറച്ച് പിള്ളേര് കേറാണ്ട്. മനസ്സിലായോ? ഉള്ള ടീം വെച്ചിട്ട് തന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കില് ആ ഫുൾ ടീം വന്ന് ഞാൻ ഈ വണ്ടി ഈ വണ്ടി കൊണ്ടായാലേ നമുക്ക് അയ്യോ വണ്ടി മാറ്റിട്ടോ. വണ്ടി കത്തിക്കണമെന്നില്ല. ലാസ്റ്റ് നമ്മൾ തന്നെ മരിക്കും. വണ്ടിയൊന്നും കത്തിക്കണ്ട. വണ്ടി എത്തിക്കണ്ട. വണ്ടി മാറ്റിട്ടോ. വണ്ടി ഇത് ഒഴിവാക്കിട്ടാക്കായി. പ്രീവാറിലും അടിക്കും നിങ്ങളെ മാറിലും അടിക്കും. മനസ്സിലായോ? അവിടെ എന്തിനാ ചെയ്യുന്നില്ല? ഞാൻ സത്യം പറഞ്ഞാല് അതെ ആദ്യം ഞാൻ ബോബിയാണ് എഴുതിട്ട് അടിച്ചില്ല കേട്ടോ. പിന്നെ മനസ്സിലായത് അത് മറ്റേതാണ്. നിന്റെ അതേ ഈ മാക്സ് ഇട്ടുങ്ങാണ്ട് ഒരു ഗുണുണ്ടായിരുന്നതില്. ആ സത്യം ഞാനത് അടിക്കില്ല ആദ്യം. ഞാൻ നീയാന്ന് എഴുതിട്ട് പിന്നെ അമ്മ എല്ലാരും പാടെ കൂടി അടിക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ അടിച്ചത്. അത്രേ ഉള്ളു രാജുഭായി, അത്രേ ഉള്ളു. മനസ്സിലായോ? കണ്ട തീട്ട ഗാങ്ങുകളെ കണക്ക് നമ്മള് സ്റ്റാൻഡേർഡ് അത്ര ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇവന്മാരുമായിട്ട് ഇവൻ
ആരെങ്കിലും ചൊറിഞ്ഞായിരുന്നു പട്ടി നല്ല ചൊറിഞ്ഞ ആരെങ്കിലും ഉണ്ടോ അത്രേ ഉള്ളു പാൽക്കാ ഓസ്ട്രേലിയന്റെ ആവശ്യമല്ല. രാജുഭായി പറഞ്ഞ മാതിരി ഇതൊക്കെ ചെറിയ ഗ്യാങ്ങാ. ഇവരൊന്നും ഇതാക്കിങ്ങാണ്ട് നമ്മളെ അങ്ങനെ കണ്ടിത്തരം കാണിക്കേണ്ട ആവശ്യമല്ല. മനസ്സിലായ നമ്മക്കൊരു നിലയും ബലിയുണ്ട്. രാജുഭായി പറഞ്ഞതിൽ കാര്യമാണ്. ഇവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാ. മനസ്സിലായോ? ഒരു മിനിറ്റ് മാക്സ് ഒന്ന് പൊങ്ങിയിട്ട് തീരുമാനിക്കും. കാരണം മാക്കിന്റെ അടുത്താണ് പോണം അറിയത്തില്ല. ഇതിപ്പോ ഈ പറഞ്ഞ മാതിരി അപ്പാപ്പാ ഇന്ന് രണ്ടെണ്ണം അടിച്ചു കണ്ട വന്ന് തോന്നുന്നുണ്ട്. ഇന്ന് കൈയൊന്നും പറിച്ചിട്ടില്ലല്ലോ. എന്ത് അല്ലല്ല നമ്മളടുത്ത് കുണച്ചവനെ മാത്രം കുണച്ചാൽ മതി. കൂടുതൽ ഇത് വേണ്ട. ഫയർ ചെയ്തോ? ഫയർ ബാക്കിലാളാ. ഹെൽത്ത് നിങ്ങൾ പറയുന്ന മാതിരി അങ്ങനെ ഹെൽത്തും പറയൊക്കെ എപ്പോഴും മൈൻഡിൽ വരൂല. മനസ്സിലായോ? ഞമ്മക്ക് സംബന്ധിച്ച് നമ്മളെ ഫസ്റ്റത്തെ ഫൈറ്റാണ്. റെഡി ആവടാ. നിങ്ങള് ഒറ്റടിക്കനെ വന്നാണ് എല്ലാം കരിമീൻ എടാ ഫാൽക്കൻ ഒരു മിനിറ്റ് എടാ കരിമീൻ എന്താ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് റേഡിയോയിൽ ഇട്ടിക്കണം. വരാൻ പറ. പറയട്ടെ വരണേ മോനെ. നീ നടന്നുണ്ടോ? ആ ചേട്ടാ എനിക്ക് എന്തോ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലടാ. വിട്ടോ എനിക്ക് അങ്ങനെ സംഭവം ശരിയാണ്. പക്ഷെ ആ ചെക്ക ഒറ്റക്ക് അങ്ങ് പോകുമ്പോ നമ്മളിങ്ങനെ നിന്ന് എല്ലാരും പാടെ ഇതാക്കുമ്പോ എനിക്ക് എന്തോ ഒരു നമ്മ ആവശ്യത്തിനല്ല നമ്മള്